കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ഏക ലക്ഷ്യത്തിലാണ് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. കർത്താവ് നമ്മോട് ഇടപെടുകയും എന്നെയും നിങ്ങളെയും സഹായിക്കുകയും ചെയ്യട്ടെ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദിവ്യ സ്വഭാവം ദൈവസഭയിൽ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലെ വിശദീകരണങ്ങൾ പറയാതെ ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളുടെ ഒടുവിലത്തെ വാചകമെന്ന നിലയിലും 4ാമത്തെ ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വാതിൽ എന്നുള്ള നിലയിലും ഒരു വാചകം പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത് ദൈവസഭയിൽ പൊതുവെ ദിവ്യ സ്വഭാവം പ്രകടമായിരുന്നു എന്നാണ്. എന്നാൽ കാലക്രമേണ അതിന് വ്യത്യാസം വന്നിട്ട് ചില വ്യക്തി കേന്ദ്രീകൃതമായി ആ സ്വഭാവം പ്രകടമായത് ആ കാലഘട്ടത്തിൽ തന്നെ പ്രകടമാണ്. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് സ്വർഗത്തിലെ ദൈവം അതാത് സ്ഥലം സഭകളിൽ ആക്കിയിരിക്കുന്ന ദൈവമക്കൾ ചുറ്റുവട്ടത്തുള്ള വിശ്വാസികളുടെ സ്വഭാവം അത് ദിവ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറം എന്നെ നമ്മെ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ സ്വഭാവം നമുക്ക് എത്രത്തോളം പ്രകടമാക്കാൻ കഴിയും, ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ഥലം സഭകൾ പൊതുവായി പ്രകടിപ്പിക്കേണ്ട സ്വഭാവമാണ് ഇത് എങ്കിലും നമ്മോട് ഓരോരുത്തരോടും കണക്ക് ചോദിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ ആ ദിവ്യ സ്വഭാവം എത്രത്തോളം വ്യക്തിപരമായി പ്രകടമാക്കുന്നു എന്ന് ചിന്തിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആ ചിന്തകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ചിന്തകളുടെ ഒടുവിൽ എൻ്റെ ഹൃദയത്തിൽ വന്നത് ഇനിയും ഏറെ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യം തന്നെയാണ്. ആ ചിന്തയോടുകൂടെ തന്നെ നമുക്ക് ചില വേദഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ സ്തെഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നാം കാണുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നാം പരിശോധിച്ചാൽ സ്വർഗത്തിലെ കർത്താവിൻ്റെ സ്വഭാവം കൃത്യമായി പ്രകടിപ്പിക്കുന്നതായി, ആ ദിവ്യ സ്വഭാവം ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അതിന് ചില സൂചനകൾ ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അനേക വേദഭാഗങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരയുന്ന കാക്കയ്ക്കും മൃഗങ്ങൾക്കും എല്ലാം അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമെന്ന് പറയുന്ന നിരവധി വാക്യങ്ങൾ പലതും ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ അത് ഒരു വാക്യം മാത്രം പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവമായി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 111-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ പറഞ്ഞിരിക്കുന്നത് മുഖപക്ഷമില്ലാതെ തൻ്റെ ജനത്തിന് ആഹാരം കൊടുക്കുന്ന ദൈവമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നാം നമ്മുടെ കർത്താവിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:10 മത്തായിയുടെ സുവിശേഷം 14:19 മത്തായിയുടെ സുവിശേഷം 15:36 തൻ്റെ മുൻപിൽ വന്ന് വിശന്നിരുന്ന ജനത്തിന് എല്ലാവർക്കും ഒരുപോലെ പന്തിക്കിരുത്തി ഒരുപോലെ ഭക്ഷണം കൊടുക്കുന്ന കർത്താവിൻ്റെ സ്വഭാവത്തെ നാം കാണുന്നു. ഇനി പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ചെറിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി ചിലരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ആ അവഗണനയുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം അപ്പസ്തോലന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ഉത്തരമായി 7 പേരെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ആത്മാവും ജ്ഞാനവും ഒക്കെ നിറഞ്ഞവരാണ്, ആത്മനിറവുള്ളവരാണ്. ഈ ആത്മനിറവിൻ്റെ പ്രത്യേകത ദൈവ സ്വഭാവം, ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവവും സ്തെഫാനോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ക്രിസ്തുവും തൻ്റെ മുമ്പിൽ ഭക്ഷണത്തിനായിരിക്കുന്ന ജനത്തോട് ഒരു മുഖപക്ഷവും കാണിക്കാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, യാതൊരു ആരോഗ്യ വ്യത്യാസം നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ തൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ദൈവം,
ആ മനസ്സ്, ആ ഹൃദയം, ആ സ്വഭാവം സ്തെഫാനോസിലും മറ്റുള്ളവർക്കുമുണ്ട്. ഞാനിവിടെ സ്തെഫാനോസിനെ കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതേ മനസ്സോടുകൂടെ ദൈവമാണ് ഭക്ഷണം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നത്, എൻ്റെ കർത്താവാണ് തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് അവിടെ മുഖപക്ഷത്തിൻ്റെ ഭാഷയുടെ കാര്യത്തിലോ രീതിയുടെ കാര്യത്തിലോ ഒന്നും ഒരു മുഖപക്ഷം ഞാൻ കാണിക്കാൻ പാടില്ല. എൻ്റെ കർത്താവിൽ ആ സ്വഭാവം ഇല്ല. അതുകൊണ്ട് എൻ്റെ ഞാൻ വിളിക്കുന്ന സ്വർഗീയ പിതാവിനും എന്നെ രക്ഷിച്ച കർത്താവിനും ആ സ്വഭാവം, ദിവ്യ സ്വഭാവം എന്താണോ എല്ലാവരെയും ഒരുപോലെ കണ്ട് കൊടുക്കുന്ന ദൈവം. അതുകൊണ്ട് എനിക്കും അതേ സ്വഭാവം പ്രകടിപ്പിക്കണമെന്നുള്ള അതേ രീതിയിൽ സ്തെഫാനോസ് അവിടെ പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതായി അവിടെ നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും ദിവ്യ സ്വഭാവത്തെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ, പ്രകടിപ്പിക്കുവാൻ, ദൈവജനത്തിൻ്റെ നടുവിൽ പിന്നെ ഒരു ആരോപണം ഉണ്ടാകാത്ത രീതിയിൽ പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു ദൈവഭൃത്യനായിട്ട് നമുക്ക് സ്തെഫാനോസിനെ കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം സ്തെഫാനോസിൻ്റെ ജീവിതത്തിൽ പരിലസിക്കുന്നു. അതിലെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം 6-ാം അധ്യായം തന്നെ നാം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും നാം ശ്രദ്ധിക്കുന്നത്, 13-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശി സ്വയം മരിക്കാൻ അനുവദിക്കുമ്പോൾ കർത്താവ് 5 കോടതികളിൽ 6 പ്രാവശ്യം നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ കള്ളസാക്ഷികൾ വന്ന് നിൽക്കുന്നുണ്ട്. അവർ യഥാർത്ഥമല്ലാത്ത പല സാക്ഷി വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. അവയൊന്നും ഒത്തുവന്നിട്ടുമില്ല. പക്ഷെ അവരോട് കർത്താവ് ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. കർത്താവ് ആ സ്വഭാവം വെളിപ്പെടുത്തുന്നത് തന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടമെന്തോ ആ ഇഷ്ടം നിറവേറുക എന്നതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും കർത്താവ് അവിടെ പറയുന്നില്ല. അതാണ് കർത്താവിൻ്റെ സ്വഭാവം. അതേ സ്വഭാവം, അതേ അനുഭവം സ്തെഫാനോസിനുണ്ടാകുകയാണ്. തൻ്റെ ചുറ്റുവട്ടത്ത് കുറേ ആളുകൾ, അവർ കള്ളസാക്ഷികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരുവിനെ പോലെ നിൽക്കേണ്ടി വരികയാണ്. ഗുരുവിൻ്റെ മുമ്പിൽ കള്ളസാക്ഷികൾ ഉണ്ടായിരുന്നു. ഇവിടെ സ്തെഫാനോസിൻ്റെ മുമ്പിൽ കള്ളസാക്ഷികൾ നിൽക്കുകയാണ്. പക്ഷെ ഒരു പതർച്ചയുമില്ല. ക്രിസ്തുവിന് അവിടെ പതർച്ചയില്ലായിരുന്നു. ആ ദിവ്യ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ സ്തെഫാനോസ് പതറാതെ നിന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം സ്തെഫാനോസ് പ്രകടിപ്പിക്കുന്നു. മൂന്നാമത്തെ ആശയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്തെഫാനോസിൻ്റെ മേൽ കല്ലുകൾ വന്ന് പതിക്കുകയാണ്. അങ്ങനെ കല്ലുകൾ വന്ന് പതിക്കുന്ന സമയത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 7-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുന്ന അപേക്ഷയുടെ മറ്റൊരു പതിപ്പായി നമുക്കതിനെ കാണാൻ കഴിയും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ പിതാവിനോട് ക്ഷമിക്കുന്ന പിതാവിനോട് ക്ഷമിക്കുവാൻ, ഇവരുടെ ഈ പ്രവൃത്തിയുടെ ആഴവും ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ പിതാവേ, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറയുന്ന പുത്രൻ്റെ ആ ദിവ്യ സ്വഭാവം നമുക്കിവിടെ സ്തെഫാനോസിൽ കാണാൻ കഴിയും. കല്ല് ശരീരത്ത് വന്ന് പതിക്കുക, കല്ലല്ല കല്ലുകൾ, നിരവധി കല്ലുകൾ. ആ കല്ലുകളെല്ലാം തന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ഞാൻ അവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്രതീക്ഷിതമായി കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടയാളല്ല സ്തെഫാനോസ്. കർത്താവും അപ്രതീക്ഷിതമായി ക്രൂശിക്കപ്പെട്ടയാളല്ലോ. അതേ നിലയിൽ അതിന് തെളിവായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 7-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിലാണ്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ കൊന്നുകളഞ്ഞു, തനിക്കും അതിനപ്പുറത്തേക്കില്ല എന്നുള്ള ധ്വനി അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സ്തെഫാനോസ് അവിടെ നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്ത് 52-ാം വാക്യത്തിൽ അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. 59-ാം വാക്യം, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. ആ കല്ലെറിച്ചൽ തുടരുകയാണ്. ആ കല്ലെറിയൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 60-ാം വാക്യം,
അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, അവിടെ സ്തെഫാനോസ് പ്രാർത്ഥിക്കുക, കർത്താവ്, ഇവർ ചെയ്യുന്നത് അവരുടെ പേരിൽ കണക്കിടരുത്. കർത്താവിൻ്റെ അതേ സ്വഭാവം ഇവിടെ സ്തെഫാനോസ് പ്രകടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒന്ന് രണ്ട് ആശയങ്ങൾ ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തെഫാനോസ് പിതാവിൻ്റെ സ്വഭാവം, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ സ്വഭാവവും മേശയിൽ വെളിപ്പെടുത്തിയ ആളാണ്. രണ്ടാമത്, താൻ കള്ളസാക്ഷികളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചയാളാണ്. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു പ്രതികരണവും പ്രതികാരവുമില്ലാതെ അവരുടെ മേൽ ഈ പാപം കണക്കിടരുതെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്ന സ്തെഫാനോസിനെ നാം കാണുന്നു. അപ്പോൾ മുഖപക്ഷമില്ലാത്ത ഗുരുവിനെ പോലെ കള്ളസാക്ഷികളുടെ മുമ്പാകെ നിന്നിട്ടും മറ്റൊരു രീതിയിലും സ്വഭാവം പ്രകടിപ്പിക്കാതെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി ക്രിസ്തുവിനെ പോലെ ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി നിന്ന് മരണത്തെ സ്വീകരിച്ച സ്തെഫാനോസിനെ നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു പക്ഷേ വടക്കേന്ത്യയിലെ പോലെ ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ല. ക്രിസ്തുവിനെ പ്രതി കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് അനേക വിശ്വാസികൾ ജീവിക്കുന്നത്. എന്നാൽ ജീവിതത്തിലും ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളിലും ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിയണം എന്നുള്ളതാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തെഫാനോസ് തൻ്റെ മേശയിലുള്ള ശുശ്രൂഷയിൽ ദൈവ സ്വഭാവം, ദിവ്യ സ്വഭാവം പ്രകടമാക്കി. കള്ളസാക്ഷികളുടെ മുമ്പാകെ നിൽക്കുമ്പോഴും ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി. കല്ലേറുകൊണ്ട് നിന്ന് മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി. പ്രിയമുള്ളവരെ, സ്തെഫാനോസിലൂടെ ആ ദിവ്യ സ്വഭാവം ലോകത്ത് പ്രകടമായിരിക്കുന്നു. ഇന്ന് നാം അത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത നാമും ഒരുപക്ഷെ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇന്നും അങ്ങനെയില്ലേ? കള്ളസാക്ഷികളും തകർത്ത് കളയുന്ന കല്ലേറുകളും നമ്മുടെ ചുറ്റുമില്ലേ? വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ തകർത്ത് കളയുന്ന വാക്കുകളും കല്ലേറുകളും, വാക്കുകളാകുന്ന കല്ലേറുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നാമും അഭിമുഖീകരിക്കുന്നില്ലേ? ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അവിടെ പ്രകടമാകേണ്ടത് ഈ ദിവ്യ സ്വഭാവമാണ്. നമ്മുടെ ശുശ്രൂഷയിൽ പ്രകടമാകേണ്ടത്, അത് മേശയിലാണെങ്കിലും പ്രകടമാകേണ്ടത് ആ ദിവ്യ സ്വഭാവമാണ്. കള്ളസാക്ഷികൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോഴും ആ ദിവ്യ സ്വഭാവമാണ് പ്രകടമാകേണ്ടത്. കല്ലേറുകളുടെ കൂമ്പാരം നമ്മുടെ മേൽ വരുമ്പോഴും ആ ദിവ്യ സ്വഭാവമാണ് പ്രകടമാക്കേണ്ടത്. ഒരു പ്രതികരണവുമില്ലാതെ, പ്രതികാരമില്ലാതെ ക്രിസ്തുവിൻ്റെ സ്വഭാവം. നിങ്ങൾ ഈ കള്ളസാക്ഷികളല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ചോദ്യവുമില്ല. നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിയുന്നത്? ചോദ്യമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം, ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം, ലോകത്ത് നിന്ന്, ചിലപ്പോൾ വിശ്വാസികളിൽ നിന്ന് ഒക്കെ കല്ലേറുകൾ, ഞാൻ ഈ പറഞ്ഞ വാച്യാർത്ഥത്തിലുള്ള കല്ലേറുകളും കള്ളസാക്ഷികളും ഒക്കെ ഉണ്ടായെന്ന് വരാം. അവിടെ അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ദിവ്യ സ്വഭാവം നാം പ്രകടിപ്പിക്കേണ്ടതിനാണ്. അതുകൊണ്ട് സ്തെഫാനോസ് കള്ളം പറഞ്ഞ് ആയുസ് ദീർഘമാക്കാൻ ശ്രമിച്ചില്ല. സത്യത്തിനു വേണ്ടി നിലകൊണ്ട് ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് അല്പകാലമേ താൻ ജീവിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കും ഇതിന് എതിരായി പ്രവർത്തിച്ച് പ്രതികരിച്ച് നമുക്കെതിരെ വരുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമൊക്കെ മറുപടി കൊടുത്ത് നമ്മുടെ ജീവിതം കളയാതെ അല്പകാലമേ ഉള്ളെങ്കിലും ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി നമുക്ക് ജീവിക്കാം. കല്ലേറ് വരട്ടെ, കള്ളസാക്ഷികൾ വരട്ടെ, സ്തെഫാനോസിനെ പോലെ ഉയരത്തിലെ സ്വർഗത്തിലേക്ക് നോക്കി നിന്ന് പ്രയോജനപ്പെടാം. ഞാൻ ഒരു വാക്യം ഇതിനോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തെഫാനോസിന്റെ സാക്ഷി സ്വർഗത്തിലാണ്. യോബ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ യെശയ്യാ പ്രവചനത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് പല സന്ദർഭങ്ങളിൽ എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതേ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സ്തെഫാനോസ് ഒരു പക്ഷേ അത് വളരെ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. 49 അധ്യായം യെശയ്യാ പ്രവചനം, 4 അധ്യായം, അതിൻ്റെ 2 ഭാഗം. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും
എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ഇവിടെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ക്രിസ്തു അല്ലാതെ ആരും ന്യായം പറയാൻ കൂടെ ഉണ്ടാകുകയില്ല. ക്രിസ്തു അല്ലാതെ ആരും കൂടെ നിൽക്കാൻ ഉണ്ടാകുകയില്ല. ഈ സമയത്ത് താൻ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ആളുകൾ പോലും അവിടെ ഇല്ല. അവരൊക്കെ ദൂരെയാണ്, അവർ പട്ടണത്തിനകത്താണ്, പട്ടണത്തിൻ്റെ വെളിയിലാണ്. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുന്ന സമയം അവിടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി സ്തെഫാനോസ് മരണത്തെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ന്യായം കിട്ടുകയില്ല, ഈ ലോകത്തിൽ സത്യസാക്ഷികളെ കിട്ടുകയില്ല. ഒരു പക്ഷേ കിട്ടിയെന്ന് വന്നേക്കാം. ഈ ലോകത്തിൽ കല്ലെറിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ളതല്ലാതെ പൂച്ചെണ്ടുമായി വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയില്ല. എന്നാൽ സ്തെഫാനോസിനെ പോലെ ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ, എരിഞ്ഞു ശോഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയ സ്തെഫാനോസ്. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരട്ടെ. അതും അതേ അധ്യായത്തിലെ ഒരാളാണ്. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഫിലിപ്പോസ് എന്ന ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നു. സ്തെഫാനോസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് ശുശ്രൂഷയിലേക്കും കർത്താവിൻ്റെ സവിധത്തിലേക്കും എടുക്കപ്പെട്ട മനുഷ്യനാണ് സ്തെഫാനോസ്. നമുക്കും ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ തികച്ച് കർത്തൃസവിധത്തിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. രണ്ടാമത്തെ ആൾ ഫിലിപ്പോസ്. അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ വിളമ്പ് മേശയിൽ നിന്ന് വിശാല ലോകത്തേക്ക് പ്രവേശിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില വാക്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. ആ 8-ാം അധ്യായം 43-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഉദ്ദേശം, വരവിൻ്റെ ഉദ്ദേശം കർത്താവ് പറയുകയാണ്. അവിടെ കർത്താവ് തൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് മുൻപോട്ട് പോകുന്നു. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് നിരവധി ആളുകൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ ആളുകൾ തൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കർത്താവ് മുൻപോട്ട് പോവുകയാണ്. അവിടെ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് പിതാവിനാൽ അയക്കപ്പെട്ടതുകൊണ്ട് ആ അയക്കപ്പെട്ട ശുശ്രൂഷ നിവൃത്തീകരിച്ചു പോകുന്ന കർത്താവിൻ്റെ സ്വഭാവത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം നോക്കിയാൽ കർത്താവ് അതിശക്തമായ ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടുപോകുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം ചേർത്തൊന്ന് വായിക്കട്ടെ. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവായ ദൈവം പുത്രനെ അയച്ചതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ അയക്കപ്പെടലിൻ്റെ ശുശ്രൂഷയുടെ വിവിധ മേഖലകൾ നോക്കിയാൽ വ്യക്തിപരമായി പലരെ കണ്ടിട്ടുണ്ട്, ഒരു സമൂഹത്തെ മുഴുവൻ കണ്ടിട്ടുണ്ട്, ഒരു ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ കർത്താവ് ആ ശുശ്രൂഷ അയക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരു മടിയും കൂടാതെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു, കാണേണ്ടവരെ എല്ലാം കാണുന്നു. ഒരു സ്ത്രീയെ തേടി ശമരിയ പട്ടണത്തിൽ, അങ്ങനെയൊക്കെ നിക്കോദമസ് കർത്താവിൻ്റെ അടുക്കൽ, അങ്ങനെ വ്യക്തിപരമായി എത്രയോ ആളുകളെ കാണുന്നു. കർത്താവ് പാലസ്തീനിലൂടെ ചുറ്റി സഞ്ചരിച്ച് എത്രയോ ദിവസങ്ങൾ, എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്. തൻ്റെ ലക്ഷ്യം മുഴുവൻ, കർത്താവിൻ്റെ ലക്ഷ്യം മുഴുവൻ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് അയക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുക, പേര്, പ്രശസ്തി, ആളുകളുടെ പരിഗണന, ഇതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് കർത്താവിൽ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ പരിഗണിക്കുന്നുണ്ടോ, നല്ല വാക്കാണോ പറയുന്നത് എന്നൊന്നും കർത്താവ് ചിന്തിക്കുന്നില്ല. പിതാവ് അയച്ചതനുസരിച്ച് ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തി ശുശ്രൂഷകൾ ഓരോ ദിനങ്ങളിലും ചെയ്തങ്ങ് പോകുന്നു. അതേ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ഈ ഫിലിപ്പോസിലും അതേ സ്വഭാവം, ആ ദിവ്യ സ്വഭാവം പ്രകടമാകുന്നതായി നമുക്ക് കാണാം. പ്രവൃത്തികളുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ 8-ാം അധ്യായം വായിച്ചാൽ ചിതറിപ്പോകേണ്ടി വരുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അങ്ങനെ ചിതറിപ്പോകുമ്പോൾ ഫിലിപ്പോസും പോകുകയാണ്. പോയിട്ട് ശമരിയയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുന്നു. ദൈവം അയച്ചിട്ടാണ് പോകുന്നത്, കർത്താവ് അയച്ചിട്ടാണ് പോകുന്നത്. ഒരു സന്ദേഹം അതിനകത്തില്ല, ഒരു സങ്കടവും അതിനകത്തില്ല.
തന്നെ അവർ സ്വീകരിക്കുമോ, പരിഗണിക്കുമോ, ഇതൊന്നും തൻ്റെ ചിന്തയല്ല. ക്രിസ്തുവിനെ പിതാവ് അയച്ചപ്പോൾ ലോകം സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിച്ചല്ല വന്നത്. അതുപോലെ ഇവിടെ ഫിലിപ്പോസ് ശമരിയക്കാർ തന്നെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതൊന്നും ചിന്തിക്കാതെ അയക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ഫിലിപ്പോസ് പോവുകയാണ്. അങ്ങനെ പോയി അവിടെ അത്ഭുതകരമായ ശുശ്രൂഷ നടക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ക്രൂസൈഡ് നടക്കുന്നു. ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു വാക്യം ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അനേക ആളുകൾ വിശ്വസിച്ചു. ആ ശമര്യയിലെ ഒരു വലിയ ജനക്കൂട്ടം ക്രിസ്തുവെങ്കിലേക്ക് വരികയാണ്. ഈ പ്രത്യേക അനുഭവത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നു. 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക. അറിയപ്പെടുന്ന പ്രഭാഷകനായി ശുശ്രൂഷകനായി നിൽക്കുന്ന സമയത്താണ് ദൂതൻ്റെ പ്രഖ്യാപനം. പോകണം, ഒരു മനുഷ്യനെ കാണാൻ പോകണം. ഒരു മറുപടിയും പറയാതെ, അത് പോകുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്നും ചോദിക്കാതെ ഫിലിപ്പോസ് പോകുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ പുത്രനെ അയക്കുന്ന സമയത്ത്, പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നുള്ള കർത്താവിൻ്റെ അതേ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഫിലിപ്പോസ് ഒരു വാക്ക് പോലും എതിര് പറയുന്നില്ല. പറഞ്ഞതുപോലെ പോകുക. അതിൽ ഒരു വാക്ക് എനിക്കൊന്ന് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. അത് ഇങ്ങനെയാണ്. അതിൻ്റെ 30-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാനുള്ള അത്യുത്സാഹത്തെ അവിടെ കാണുന്നു. പിതാവ് പറഞ്ഞത് ചെയ്യുവാനുള്ള കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവം, അത്യുത്സാഹം. തൻ്റെ മുമ്പിൽ അല്പം പോലും സമയമില്ല. ഏൽപ്പിക്കപ്പെട്ട 3.5 വർഷം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടി പോയ അതേ കർത്താവിൻ്റെ സ്വഭാവം ഇവിടെ പ്രകടമാക്കുകയാണ്. ആ കിണറിൻ്റെ തീരത്തേക്ക് കർത്താവ് പോകുന്ന, ശമരിയിലേക്ക് പോകുന്ന അതേ മനസ്സോടുകൂടെ, അതേ സ്വഭാവത്തോടുകൂടെ ഫിലിപ്പോസ് ഇവിടെ പോകുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവ് നമ്മോട് ഓരോ വലിയ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ഏൽപ്പിക്കും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാവാം. ഏത് കാര്യങ്ങളിലും ആ ദിവ്യ സ്വഭാവം നമ്മുടെ ഹൃദയത്തിലിരിക്കട്ടെ. ഫിലിപ്പോസിനെ പോലെ ഏത് ചെറുതും വലുതുമായ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ, മറ്റുള്ളവർ പരിഗണിക്കുന്നതും പരിഗണിക്കാത്തതുമായ ഏത് കാര്യവും ചെയ്യുവാൻ ക്രിസ്തു ആഗ്രഹിച്ചതുപോലെ ആ ദിവ്യ സ്വഭാവം പോലെ നമുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. പിന്നീട് 40-ാം വാക്യത്തിൽ ഫിലിപ്പോസ് അടുത്ത സ്ഥലത്തേക്ക് പോകുക, അസ്തോദിലേക്ക് പോകുക. കർത്താവിനെ പിതാവ് അയച്ചതുപോലെ ഫിലിപ്പോസിനെ അയക്കുന്നു. ഒരു മടിയും കൂടാതെ പോകുക. പിന്നീട് കൈസറയിൽ നാം കാണുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ കർത്താവ് ഏൽപ്പിക്കുന്നതിന് ഒരു മടിയും കൂടാതെ കർത്താവിൻ്റെ അതേ സ്വഭാവത്തോടുകൂടെ വെളിപ്പെടുത്തുന്ന ഫിലിപ്പോസ് ആ സ്വഭാവം പ്രകടമാക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വാക്ക് ഞാൻ പറയട്ടെ. കർത്താവ് സഭയ്ക്കകത്ത് ചെയ്യാൻ പറയുന്നതും സഭയ്ക്ക് വെളിയിൽ ചെയ്യാൻ പറയുന്നതും മറ്റൊരു സ്ഥലത്ത് പോയി ചെയ്യാൻ പറയുന്നതും കർത്താവ് എന്ത് പറയുന്നുവോ, കർത്താവെ അത് ഞാൻ കൃത്യമായി അനുസരിക്കും. അത് അങ്ങയുടെ ആഗ്രഹമാണ്, അങ്ങയുടെ സ്വഭാവമാണ്, അത് ഞാൻ പ്രകടിപ്പിക്കും കർത്താവെ എന്ന് പറഞ്ഞ് ആ സ്വഭാവം പ്രകടിപ്പിച്ച ഫിലിപ്പോസിനെ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ആ സ്വഭാവം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവർ കാണുന്നതോ കേൾക്കുന്നതോ എന്നല്ല ചിന്തിക്കേണ്ടത്. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ചിന്തയോട് കൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ, ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. 3-ാമത്തെ ആശയത്തിലേക്ക് വരാം. ശത്രുവിൽ നിന്ന് സഹന പോരാളിയായി തീർന്ന ശൗലിനെ കുറിച്ചാണ് അടുത്ത ആശയമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരാശയമാണ് ശൗലിനെ കുറിച്ച്, പൗലോസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് പിതാവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ സ്വഭാവവും ചിന്തിക്കുമ്പോഴാണ് പൗലോസിലെ ആ സ്വഭാവത്തിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതിനെ ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം എബ്രായ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. അപ്പോൾ പിതാവായ ദൈവം പദ്ധതിയിട്ട
പ്രവർത്തികൾ 7 നാളുകൊണ്ട് തികയ്ക്കുകയാണ്, നിവൃത്തനായി. അപ്പോൾ പിതാവിൻ്റെ സ്വഭാവം എന്താ? ഒരു കാര്യം കൃത്യസമയത്ത് യോഗ്യമായ രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പിതാവിൻ്റെ സ്വഭാവം. ആ ദിവ്യ സ്വഭാവം അത് നമുക്കവിടെ കാണാം. സൃഷ്ടിയോട് ബന്ധപ്പെട്ടാണ് അത്. കർത്താവിലേക്ക് വന്നാലോ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. യോഹന്നാൻ 4:34 അതേ ആശയം നാം കാണുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം പ്രവൃത്തി നിവർത്തീകരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം പ്രവൃത്തി നിവർത്തീകരിച്ചു. അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്വഭാവവും ഏൽപ്പിക്കപ്പെട്ട പ്രവൃത്തി നിവർത്തീകരിക്കുക, പൂർത്തീകരിക്കുക. ഒരു മടിയും കൂടാതെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പിതാവായ ദൈവം അനുവദിച്ച കാലപരിധിക്കുള്ളിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ആഗ്രഹം. 7 ദിനം കൊണ്ട് പിതാവായ ദൈവം പ്രവൃത്തി നിവർത്തീകരിച്ചു, നിവൃത്തനായി. ഇവിടെ കർത്താവ് പറയുന്നു, പിതാവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിവർത്തീകരിക്കണം. അതങ്ങനെ നിവർത്തീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19:30 അവിടെ കർത്താവ് പറയുന്നു, നിവൃത്തിയായി. പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ, മനുഷ്യരക്ഷയോട് ബന്ധപ്പെട്ട തിരുവഴുത്തുകളുടെ പൂർത്തീകരണം അനുസരിച്ചുള്ള ആ ക്രൂശ് മരണത്തിൽ അതിൻ്റെ ഒടുവിൽ കർത്താവ് പറയുന്നു, നിവൃത്തിയായി. പിതാവ് ഏൽപ്പിച്ചത് കൃത്യമായി പൂർത്തീകരിച്ച് പിതാവിനെ പോലെ തന്നെ നിവൃത്തനായ കർത്താവിനെ നമുക്കിവിടെ കാണാം. അതാണ് ദിവ്യ സ്വഭാവം. പ്രിയമുള്ളവരെ, ഇതേ സ്വഭാവം സ്വർഗത്തിലെ ദൈവം പൗലോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കണ്ടെത്തിയതിന് ശേഷം പൗലോസിന്റെ ആഗ്രഹവും കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൽ 2 വാക്യങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, പൗലോസിന്റെ ആഗ്രഹം പൗലോസ് പറയുന്നു. അതിങ്ങനെയാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ അത് മാത്രമായിരുന്നു. ദൈവം തന്ന സമയത്തിൻ്റെ ഉള്ളിൽ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം പോലെ, എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കണം. അതിൽ എനിക്കൊന്ന് നിവൃത്തിയിലേക്ക് വരണം. ആ സ്വഭാവം എനിക്കൊന്ന് പ്രകടമാക്കണം. ഈ ലക്ഷ്യത്തിലായിരുന്നു പൗലോസിന്റെ സഞ്ചാരവും പ്രവൃത്തിയും എല്ലാം. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് തൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച്. അത് വളരെ ഗൗരവമുള്ള ഒരു പ്രയോഗമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. അപ്പോൾ തൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ വലിയ ലക്ഷ്യത്തോടുകൂടെയുള്ള, കാഴ്ചപ്പാടോടുകൂടെയുള്ള, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ള, നിവർത്തീകരിക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം ജീവിച്ച ജീവിതം. അത് സാധിച്ചു. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ചു. ഞാൻ അവിടെ ചേർത്തൊരു വാക്കും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് തിമോത്തിയോസിനോട് വരുവാൻ ആവശ്യപ്പെടുന്ന സമയത്ത് തൻ്റെ കൈകളിൽ പോലും ഒന്നുമില്ല. പണത്തിൻ്റെ ഒരു വാക്ക് പോലും അവിടെ ഉപയോഗിക്കുന്നില്ല. തൻ്റെ ശുശ്രൂഷ കാലയളവിൽ, അത് പറയുമ്പോൾ എനിക്കൊരു ഉത്ഭയമുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ, തൻ്റെ ശുശ്രൂഷ കാലയളവിൽ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് ഈ ലോകത്തുനിന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ്, നീറോ ചക്രവർത്തിയുടെ വാൾ ഗളത്തിൽ വീഴുന്നതിന് മുമ്പ് പൗലോസ് തന്നെ ഏൽപ്പിച്ച പണവും അതെല്ലാം കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതം, സമയം എല്ലാം വിനിയോഗിച്ചു. ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ എല്ലാം പൂർത്തീകരിച്ചു. അങ്ങനെ പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം പറയാ, എല്ലാം ഞാൻ തീർത്തു, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. പ്രിയമുള്ളവരെ, പിതാവിൻ്റെയും കർത്താവിൻ്റെയും ആ ദിവ്യ സ്വഭാവം പൗലോസിൽ പ്രകടമാകുകയാണ്. എന്നെ ചിന്തിപ്പിക്കുന്നു. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ. പിതാവായ ദൈവം
താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായെന്നുള്ള ആ ദിവ്യ സ്വഭാവം പോലെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം കൃത്യമായി പൂർത്തീകരിച്ച് നിവൃത്തീകരിച്ചതുപോലെ അതേ ദിവ്യ സ്വഭാവം പൗലോസ് അപ്പോസ്തലൻ ഏൽപ്പിക്കപ്പെട്ട ആ ശുശ്രൂഷ നിവൃത്തീകരിച്ചതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷകളും ആ ദിവ്യ സ്വഭാവത്തിനനുസരിച്ച് പൂർത്തീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ. നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ എത്രയോ മണിക്കൂറുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ഓട്ടം പൂർത്തീകരിക്കേണ്ടതിന് പകരം അവിടെയും ഇവിടെയും നോക്കി നിന്ന് എത്രയോ സമയങ്ങൾ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു വാക്ക് പറയട്ടെ, പൗലോസ് ധൈര്യമായി പറയുന്നു, എന്നിൽ ആ ദിവ്യ സ്വഭാവം പ്രകടമായി. പ്രിയമുള്ളവരെ, നമുക്കും ഒന്ന് ശ്രമിക്കാം. നമ്മളെ ഏൽപ്പിച്ച ജീവിതത്തിൽ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളിൽ, ഏത് പ്രായത്തിലും ആയിക്കൊള്ളട്ടെ, ഏത് പ്രായത്തിലും കർത്താവ് വിളിച്ചോട്ടെ, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ജീവിതം കർത്താവ് ഉദ്ദേശിച്ചതുപോലെ ഓടിത്തീർക്കാൻ, ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ ലാഞ്ചന നമ്മുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയെങ്കിലും ഒന്ന് പ്രകടമായി, ശുശ്രൂഷാ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ ഒന്ന് പ്രകടമായി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ കർത്താവ് വിളിക്കുമ്പോൾ, അത് ഏത് വിധത്തിലുമായിക്കൊള്ളട്ടെ, ഇവിടുന്ന് വിളിക്കപ്പെടുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ദിവ്യ സ്വഭാവം ഞാൻ പ്രകടിപ്പിച്ചു, എനിക്ക് തന്ന ജീവിതവും എനിക്ക് തന്ന ശുശ്രൂഷയും ഞാൻ പൂർത്തീകരിച്ചു എന്നൊന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒന്ന് കടന്നു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ അത് മഹാഭാഗ്യമാണ്. പൗലോസിലൂടെ ആ ദിവ്യ സ്വഭാവം പ്രകടമാകുന്നു. പ്രിയമുള്ളവരെ, ആ ദിവ്യ സ്വഭാവം നമ്മിലും പ്രകടമാകുവാൻ സ്വർഗം കൃപ ചൊരിയട്ടെ. അടുത്ത ആശയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അത് പത്രോസിനെ കുറിച്ച്. ആ വാചകം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, മുക്കുവനിൽ നിന്ന് മുഴുലോകത്തേക്ക്. അതാണ് പത്രോസിൻ്റെ ജീവചരിത്രത്തെ ഒറ്റ വാചകത്തിൽ പറയാൻ ശ്രമിച്ചാൽ എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ ഈ പത്രോസിൽ പ്രകടമായ ദിവ്യ സ്വഭാവം എന്താണെന്ന് നാം ഒന്ന് നോക്കിയാൽ പലത് കാണാൻ കഴിയും. അതൊന്ന് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ചിലത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിനെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ തേജസ്, പിതാവിൻ്റെ മഹത്വം, ആ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ വാക്യത്തിൽ ആ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തുവാനാണ് ക്രിസ്തു വന്നതെന്ന് 1:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്, 1:18 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നാം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ പിതാവിൻ്റെ മഹത്വം കണ്ട് പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ആ മഹത്വം നിറഞ്ഞ പിതാവിൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുന്ന, പിതാവ് കൊടുത്ത വാക്കുകൾ തന്നെ പറഞ്ഞ് ആ ദൗത്യം നിറവേറ്റുന്ന പുത്രൻ്റെ ദിവ്യ സ്വഭാവത്തെ കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ആശയം പത്രോസിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പിതാവ് പുത്രനെ അയച്ചപ്പോൾ പിതാവിൻ്റെ മഹത്വം, പിതാവിൻ്റെ തേജസ് അത് കണ്ട പുത്രൻ അത് വെളിപ്പെടുത്തി, പിതാവിനെ കുറിച്ച് വാക്കുകളിലൂടെ വെളിപ്പെടുത്തി. അപ്പോൾ പിതാവിനെ കണ്ട, പിതാവിൻ്റെ തേജസ് കണ്ട ആ ക്രിസ്തു പിതാവിനെ കുറിച്ചാണ് ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നത്. 17-ാം അധ്യായം, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആവർത്തിക്കപ്പെടുന്ന ഒരാശയമാണിത്. പിതാവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ശിഷ്യഗണത്തോട് ആവർത്തിച്ച് ക്രിസ്തു പറയുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, പിതാവിൻ്റെ മഹത്വം കണ്ട് പിതാവിനെ കുറിച്ച് പറയുന്ന പുത്രൻ്റെ ദിവ്യ സ്വഭാവം. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലേക്ക് വരാം. ശിഷ്യന്മാരിലെല്ലാം ഇതുണ്ടെങ്കിലും പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലെ ഒരു വാക്യമാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിലുള്ള ആ ദിവ്യ സ്വഭാവം പത്രോസിൽ നാം കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹത്വം കണ്ട പുത്രൻ, ആ
മഹത്വത്തെക്കുറിച്ചും പിതാവ് കൊടുത്ത വാക്കുകളുമൊക്കെയാണ് പുത്രൻ സാക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് ശിഷ്യഗണത്തോട്. മഹത്വം കണ്ട സാക്ഷിയായി ആ ദിവ്യ സ്വഭാവം പുത്രൻ വെളിപ്പെടുത്തി. ഇവിടെ പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. എവിടെ? പ്രകടമായ ലക്ഷണം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. കർത്താവ് ഏലിയാവിനോടും മോശയോടും സംസാരിക്കുന്ന ആ പ്രത്യേക വേളയിൽ കർത്താവിൻ്റെ മഹത്വം അവർ കാണുകയാണ്. അതേ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മഹത്വം കണ്ട് ആ ദിവ്യ സ്വഭാവം അനുസരിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പത്രോസ് അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത്. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് ഇത് അറിയിക്കുന്നത്. അതേ ആശയം ഇവിടെ പത്രോസ് പറയുന്നു. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ സ്വഭാവം പുത്രനെ പോലെ, കർത്താവിനെ പോലെ ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കുക. പിതാവിൻ്റെ മഹത്വം കണ്ട് പിതാവിനെ കുറിച്ച് പുത്രൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മഹത്വം കണ്ട് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ആ ദിവ്യ സ്വഭാവം നമ്മളിലും എത്ര ശക്തമായി ആഴത്തിൽ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ശക്തമായി നിൽക്കേണ്ടതല്ലേ? ക്രിസ്തുവിനെ നമ്മൾ എല്ലാ ദിനങ്ങളിലും കാണുമ്പോൾ ആ മഹത്വം കണ്ട് ആ ക്രിസ്തുവിനെ കുറിച്ചൊരു വാക്ക് നമ്മുടെ സഹവിശ്വാസികളോടും മറ്റുള്ളവരോടും പറയുക എന്നുള്ളതാണ് ആ ദിവ്യ സ്വഭാവം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്നുണ്ടോ മറ്റുള്ളവരോട്? ദൈവസഭയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ മഹത്വം കണ്ടിട്ട് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞ അതേ ചിന്തകൾ ഇന്ന് പറയുന്നുവോ? ഇന്നലെ പ്രസംഗിച്ചത് തന്നെ ഇന്നും പ്രസംഗിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടിട്ട് ആ ക്രിസ്തുവിനെ നമുക്ക് ഉയർത്താൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ ഒരു വാക്ക് ആശയപരമായി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം ഇടയ്ക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ക്ലാസ്സിൽ ഇതിനോട് ബന്ധപ്പെട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ ഇവിടെ നമ്മുടെ ഒരു പരാധീനത, നമ്മുടെ ഒരു പരിമിതിയായി ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്: വിശ്വാസികളുടെ നടുവിലും അവിശ്വാസികളുടെ നടുവിലും നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ കഴിയുന്നുണ്ടോ? ആ പുത്രനെ പോലെ, ക്രിസ്തുവിനെ പോലെ ആ ദിവ്യ സ്വഭാവം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഗാനങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ ക്രിസ്തു മാഹാത്മ്യത്തിലെ ഗാനങ്ങൾ എത്ര മനോഹരങ്ങളാണ്. ടി.കെ. ശമുവേൽ സാർ എഴുതിയ എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു, എത്ര മനോഹരമാണ്. അപ്പോൾ ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, അത് പത്രോസ് വെളിപ്പെടുത്തി തൻ്റെ ശുശ്രൂഷയിലുടനീളം ആ ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ചു. പ്രിയമുള്ളവരെ, അവൻ പറയുന്നു, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ആ ദിവ്യ സ്വഭാവം നമുക്കുണ്ടോ? പിതാവിൻ്റെ മഹത്വം കണ്ട് പുത്രൻ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയതുപോലെ പത്രോസ് പറയുന്നു, ഞാൻ കർത്താവിൻ്റെ മഹിമ കണ്ടു, തേജസ് കണ്ടു, ഞാൻ അതുകൊണ്ട് ഇത് സംസാരിക്കുന്നു, ഇത് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലൊന്ന് പതിയട്ടെ. നിഘണ്ടുക്കളോ ബൈബിൾ നിഘണ്ടുക്കളോ ഈ ലോകത്തിൽ ലഭിക്കുന്ന ആപ്പുകളോ ഒന്നുമല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് അവൻ്റെ മഹത്വമെന്ന് കണ്ടിട്ട് ആ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ ശക്തിയെക്കുറിച്ച്, അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ആ വചനത്തിൻ്റെ മാസ്മരിക വലയത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇരമ്യാവൊക്കെ പറയുന്നത് പോലെ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? പത്രോസ് ആ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയതുപോലെ ജീവിക്കുന്ന ഏത് സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പത്രോസിനെ പോലെ ആ ദിവ്യ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്താം. മറ്റുള്ളവരോട് ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയാം. ഞാൻ ഒരു വാചകം പറയട്ടെ. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ പല നിലകളിലുള്ള റെപ്രസെൻറ്റേറ്റീവിനെ കാണും. അവർ ചിലപ്പോൾ ചില കമ്പനികളുടെ ആവാം, ചിലപ്പോൾ പല നിലകളിലാകാം. നിങ്ങൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ചില സമയങ്ങളിൽ ഒത്തിരി പേര് ബാഗുമൊക്കെ ആയിട്ട് വരുന്നത് കാണാം. അവർ ഓരോ കമ്പനികളുടെ റെപ്പുമാരാണ്.
അവർ വന്ന് ഡോക്ടേഴ്സിനെ കാണുന്നത് മറ്റൊന്നിനുമല്ല, ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചല്ല. അവരുടെ കമ്പനിയിലെ ആ മരുന്നിനെക്കുറിച്ച്, അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ച് പറയാനാണ് അവർ വരുന്നത്. നമ്മൾ നാട്ടിലോട്ടിറങ്ങിയാൽ പല കമ്പനിക്കാർ പല രീതിയിൽ പല കാര്യങ്ങൾക്കായി വരുന്നു. ഞാൻ ഒരു വാചകം കടത്തി പറയാം, ക്ഷമിക്കണം എന്നോട്. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ പല ആളുകളും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ സത്യവിശ്വാസികളായ നാം പല സ്ഥലങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്താതെ പഞ്ചപുച്ഛമടക്കി നിന്നിട്ട് അറിയാതെ മിണ്ടാതെ വീട്ടിലേക്ക് പോരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ പാടുള്ളതല്ല. അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ, ലഭ്യമാകുന്ന സന്ദർഭങ്ങളിൽ ഒരു വാചകമെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു വരി പാട്ടെങ്കിലും പാടാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ചെയ്യണം. പുത്രനെ പോലെ ആ ദിവ്യ സ്വഭാവം നമുക്ക് ആക്കണം. പ്രിയമുള്ളവരെ, അതിനാണല്ലോ നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അടുത്ത ആശയത്തിലേക്ക് പ്രവേശിക്കട്ടെ. പിന്നീട് നാം നിരവധി ആളുകളെ പഠിക്കാൻ നമുക്കുണ്ട്. തിരുവഴുത്തിലൂടെ പോകുമ്പോൾ പത്രോസിൻ്റെ തന്നെ ഒരു സ്വഭാവം കൂടെ പറഞ്ഞ് ഞാനങ്ങ് ആ ഭാഗം നിർത്താം. ഈ പത്രോസിനെ കുറിച്ച് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പത്രോസ് വയസ്സനായ ശേഷമേ മരിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞതനുസരിച്ച് പത്രോസ് ജീവിതത്തിൽ ഒത്തിരി ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്, ഒത്തിരി തല്ലുകൊള്ളുന്നുണ്ട്. ഇങ്ങനെ പല പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും പത്രോസിൻ്റെ ഉള്ളിലെ ചിന്ത, കർത്താവിൻ്റെ സമയത്തെ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, അതിനു മുമ്പ് പോകുകയില്ല. അങ്ങനെ പോകുന്നത് വരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണമെന്നുള്ള വലിയ ആഗ്രഹം പത്രോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇതെവിടെ നിന്നാണ് പത്രോസിന് ലഭിച്ചത്? അത് ലഭിച്ചത് കർത്താവിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ തൻ്റെ സമയം ലോകത്തുനിന്ന് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരോട് ചില കാര്യങ്ങൾ അറിയിക്കുന്നതാണ് ആ വാക്യങ്ങളിലൂടെ നാം കാണുന്നത്. അതുപോലെ മരിക്കുന്നത് വരെ കർത്താവ് ശുശ്രൂഷകൾ ചെയ്യുന്നതായി നാം കാണുന്നു. അപ്പോൾ മരണനിമിഷം വരെ ആ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ശിഷ്യഗണത്തിൻ്റെ മുമ്പാകെ പ്രകടിപ്പിക്കുക. മരണനിമിഷം വരെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നിമിഷം വരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം. ആ ദിവ്യ സ്വഭാവം പത്രോസിലും ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 13, 14, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. സമയമായി, ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല, കടന്നു പോകാറായി. അല്ല, ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം പത്രോസിലും പ്രകടമാകുക. സമയമായി, പക്ഷേ എനിക്ക് ചില ദൗത്യങ്ങളുണ്ട്, നിങ്ങളെ ചിലതും കൂടെ അറിയിക്കേണ്ടതുണ്ട്. ഞാൻ അതിനായി ഈ ലേഖനം എഴുതുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തങ്ങളില്ല, ദൗത്യങ്ങളില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു കോണിലേക്ക് മാറി ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം ഒരു വിശ്വാസിയിൽ ഉണ്ടെങ്കിൽ പത്രോസിനെ പോലെ മരണം വാതിൽക്കൽ വന്ന് നിൽക്കുന്ന നിമിഷത്തിലും ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കും. ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഇത്രയും പ്രവർത്തിച്ച ഈ സഹോദരൻ എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോട് ആ ചോദ്യം ചോദിച്ചു, എനിക്ക് മറുപടി ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് വചനം വായിച്ചു വന്നപ്പോൾ ഞാൻ ഒരാളെ കണ്ടു. ആ ആളുടെ പേര് ഏലീശ എന്ന. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയാവിനേക്കാൾ അധികം ശുശ്രൂഷ ചെയ്ത ആളാണ്. പക്ഷേ മരണകരമായ രോഗം ബാധിച്ച് കിടക്കുന്നു. അവിടെ ശുശ്രൂഷ തീർന്നിട്ടില്ല. അവിടെയും രാജാവ് തൻ്റെ അടുക്കൽ വരുമ്പോൾ ആ
പ്രവചനം പറഞ്ഞു കൊടുക്കുക. രോഗക്കിടക്കയില്ല, മരിക്കാറായി കിടക്കുകയാണ്. പക്ഷെ അവിടെയും ആ ശുശ്രൂഷ, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുകയാണ് എലീശ. ഇവിടെ പത്രോസ് മരണത്തെ മുഖാമുഖമായി കാണുന്ന സമയത്തും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക. കർത്താവ് മരണ സമയത്തും പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത അതേ ദിവ്യ സ്വഭാവം ഇവിടെ പത്രോസ് പ്രകടമാക്കുക. അപ്പോൾ രോഗക്കിടക്കയിലും നമുക്ക് ശുശ്രൂഷയുണ്ട്. മരണത്തെ മുൻപിൽ കാണുമ്പോഴും നമുക്ക് ശുശ്രൂഷയുണ്ട്. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാ. അദ്ദേഹം മരണസമയത്ത് പറഞ്ഞ വാചകമായി കേട്ടിരിക്കുന്നു, ഹേ, ഇതാണോ മരണം? എങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, മരണസമയത്തും ആ വാക്ക് പറഞ്ഞത് അനേകർക്ക് പ്രചോദനമായി. നാം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ചില ദൗത്യങ്ങൾ സ്വർഗം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് ദിവ്യ സ്വഭാവമാണ്. അത് നാം ഏറ്റെടുക്കേണ്ടവരാണ്, ചെയ്യേണ്ടവരാണ്. എലീശ മരിച്ചു കഴിഞ്ഞും പ്രയോജനപ്പെട്ടതായി അതേ അധ്യായത്തിൽ വായിക്കുന്നു. പത്രോസ് മരിച്ചു കഴിഞ്ഞും ആ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വർഷം ജീവിതം എത്രയും ആയിക്കൊള്ളട്ടെ, 90, 100 അല്ല 40, 50, 60 അല്ല ഈ ദിവസമോ അടുത്ത ദിവസമോ ആയിക്കൊള്ളട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ ആ പോകുന്നതിന് മുമ്പ് മരണത്തിന് മുമ്പ്, മരണം നമ്മെ പിടിച്ചു വെക്കുന്ന നിമിഷത്തിന് മുമ്പ് ദിവ്യ സ്വഭാവം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെ ഏൽപ്പിച്ചതെല്ലാം ചെയ്തു തീർത്തിട്ട് നമുക്ക് മുന്നേറാം, പോകാം. ഇവിടെ നിന്ന് നാം കർത്താവ് വിളിക്കുമ്പോൾ പോകേണ്ടവരാ. സമയപരിധി എനിക്കറിയില്ല, വയസ്സ് എനിക്കറിഞ്ഞുകൂടാ, പോകേണ്ടവരാ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഈ ദിവ്യ സ്വഭാവം ഉറപ്പിച്ച് വെളിപ്പെടുത്തിയിട്ട് വേണം നാം പോകാൻ. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തിട്ട്, ഒരു കൈകളെല്ലാം ശുദ്ധമായി, ഒന്നും ചെയ്തു തീർക്കാനില്ല, എല്ലാം പൂർത്തീകരിച്ചു. ഇനി കർത്താവ് വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ഇതാണ് പത്രോസിൻ്റെ മനസ്സ്. പ്രിയമുള്ളവരെ, നമ്മുടെയോ? നാം ഇനിയും വെട്ടിപ്പിടിക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ വിട്ടിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് മരിക്കുന്ന നിമിഷം വരെ എനിക്കൊരു ദൗത്യമുണ്ട്, ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് വേണം എനിക്കിവിടുന്ന് പോകാൻ. ആ ചിന്ത, ആ ദിവ്യ സ്വഭാവം നമ്മിലും പ്രകടമാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം തീരുന്ന ഈ നിമിഷത്തിൽ ഇത്രയും പറഞ്ഞ്, ചില ചിന്തകൾ ഇനിയുമുണ്ട് എങ്കിലും ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുമ്പ് ഈ നല്ല കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം പ്രകടമാക്കി ഇവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ ധൈര്യത്തോടെ, ലജ്ജിക്കാതെ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതിന് അവനിൽ വസിച്ചുകൊണ്ട് ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കിക്കൊണ്ട്, അന്ന് ദൈവസഭകൾ പലതിലും പരാജയപ്പെട്ടപ്പോൾ ചില വ്യക്തികൾ ആ ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച് ജീവിച്ചതുപോലെ നാം നിൽക്കുന്ന ദൈവസഭയിൽ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ കുറവുകളുള്ളവരുണ്ടാവാം. അതെന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ല. എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദിവ്യ സ്വഭാവം എന്നിൽ, നിങ്ങളിൽ, നമ്മിൽ പ്രകടമാക്കി മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ ധൈര്യമായി നിൽക്കുവാൻ, ലജ്ജിക്കാതെ നിൽക്കുവാൻ, ഇവിടെ ദിവ്യ സ്വഭാവം പ്രകടമാക്കി നമുക്ക് മുന്നേറാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യം, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവനിൽ വസിക്കുന്നവന് അവൻ്റെ സ്വഭാവമുണ്ട്, ദിവ്യ സ്വഭാവമുണ്ട്. ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി ഇവിടെ അങ്ങ് ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേട്ട് അനുഗ്രഹത്തിൻ്റെ, പ്രതിഫലത്തിൻ്റെ അനുഭവങ്ങൾ വാങ്ങിച്ച് അവിടെ നിൽക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്കിവിടെ ആ ദിവ്യ സ്വഭാവം പ്രകടമാക്കി ജീവിക്കാം. ആരോടും ഒന്നും പറയാനില്ല. അനുഭവിക്കേണ്ടതെല്ലാം ദൈവം അനുവദിക്കുന്നത് അനുഭവിച്ച് അവിടെ എല്ലാം ദിവ്യ സ്വഭാവം പ്രകടിപ്പിച്ച്, എതിരാളികൾ നിരവധി ഉണ്ടെന്ന് പൗലോസ് പറയുന്ന പോലെ ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ടാവാം. അതൊന്നും കാര്യമായിട്ടെടുക്കാതെ ദിവ്യ സ്വഭാവം പ്രകടമാക്കി നമുക്ക് മുന്നേറാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദർഭം തന്ന ദൈവസഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദിവ്യ സ്വഭാവം നമ്മിൽ ഓരോരുത്തരിലും, ദിവ്യ സ്വഭാവം ദൈവസഭയിൽ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.